3.5 മീറ്ററാണ് നമുക്ക് ഉള്ളിൽ. 3 മീറ്റർ ഉള്ളിലുള്ള ക്ലോത്തിന് വേണം, ഉള്ളിലുള്ള ഡ്രസ്സിന് വേണം. പുറത്തേക്ക് 3.5 മീറ്ററും വേണം. ഉള്ളിൽ നോർമൽ ഒരു അബായാണ് തയ്ച്ചിടുന്നത്. സ്ലീവ്ലെസ് ആയിട്ടുള്ള നോർമൽ അബായാണ് തയ്ച്ചിടുന്നത്. എന്താണ് ഫസ്റ്റ് ചെയ്യുമ്പോൾ ചെറിയ നീളം വെച്ചാൽ 60 സൈസാണ് എന്നുണ്ടെങ്കിൽ 3 തന്നെ മതി. 60 സൈസ് ആണെങ്കിൽ 3 മീറ്റർ തന്നെ മതി. അല്ലാത്ത പറയാം. നമ്മുടെ ക്ലോത്തിനെ 4 ആക്കിയിട്ട് ആദ്യം മടക്കി വെക്കുക. ക്ലോത്തിനെ മടക്കി വെച്ചതിന് ശേഷം ജസ്റ്റ് അളവുകൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വിടട്ടെ ഞാൻ. മൂന്നെണ്ണ, അതായത് 54-നും 60-നും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയാൻ 4 ഇഞ്ചിന്റെ കുറവേ ഉള്ളൂ. 56-നും 60-നും, അല്ലെങ്കിൽ 54 ആണെങ്കിലും 60 ആണെങ്കിലും എന്താണ് 6 ഇഞ്ചിന്റെ വ്യത്യാസമുള്ളൂ. 6 ഇഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ തോതിലുള്ള ഒരു വ്യത്യാസമല്ല, ചെറിയൊരു മാറ്റമേ ഉള്ളൂ. അതുകൊണ്ട് 3 മീറ്റർ തന്നെ വേണം. രണ്ടിനും കൂടിയിട്ട് 6.5 മീറ്റർ വേണ്ടി വരും. നിങ്ങൾ തയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സമയം, ഇപ്പൊ നിങ്ങൾ തയ്ക്കാൻ വെച്ചിട്ട് ക്ലോത്ത് മേടിക്കാതെ ആദ്യം അത് മാർക്ക് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്നുള്ളത് പഠിക്കാം. എന്നിട്ട് കുഞ്ഞു കുട്ടികളുടെ അളവിൽ ചെയ്ത് നോക്കാം. അതിനുശേഷം പിന്നെ നിങ്ങളുടെ അളവിലേക്ക് ചെയ്ത് നോക്കാം. ഈ അതിന്റെ ചാർട്ട് ഉണ്ടാവോ? മറ്റേ ചുരിദാറിനൊക്കെ ചാർട്ട് ഉണ്ടല്ലോ, 55 ഇഞ്ച്. അത് ലാസ്റ്റ് നമ്മൾ ക്ലാസ്സിന്റെ ലാസ്റ്റിൽ തരുള്ളൂ. ആദ്യം നിങ്ങൾ ആ ചാർട്ട് പ്രകാരം അല്ല പഠിക്കേണ്ടത്. ചാർട്ട് പ്രകാരം പഠിക്കാൻ ഏത് കുഞ്ഞു കുട്ടികൾക്കും പറ്റും. കാരണം ചാർട്ടിൽ എന്താ വരിക, ചാർട്ടില് നീളം എത്ര എടുക്കാൻ, വീതി എത്ര എടുക്കുക, കൈ എത്ര എടുക്കുക എന്നുള്ള ആ ഒരു ചാർട്ടാണ് വരുന്നത്. അതങ്ങനെ നിങ്ങൾക്ക് ബൈഹാർട്ടാക്കി പഠിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ റെഡിമെയ്ഡ് സാധനം മേടിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നമ്മുടെ ഷേപ്പിലേക്ക് ചെയ്യാറില്ലേ, തിരുത്താറില്ലേ. ഇപ്പം നൈറ്റ് മേടിച്ചു കഴിഞ്ഞാൽ നമ്മളെ സൈസിലേക്ക് തിരുത്താറില്ലേ. അപ്പം അതുപോലെ തിരുത്ത് വേണം. അപ്പം ആദ്യം തന്നെ നമ്മുടെ അളവിലേക്ക് ചെയ്ത് പഠിക്കുക. അതിനുശേഷം റെഡിമെയ്ഡ് അളവ് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഒഴിച്ച് വിടാം. റെഡിമെയ്ഡിന്റെ സൈസിലേക്ക് തയ്ച്ച് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ നമ്മൾ റെഡിമെയ്ഡ് സൈസിലേക്ക് നമ്മൾ തയ്ച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും നമ്മുടെ അളവിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, തിരുത്തണം. അതിനേക്കാളും ബെറ്റർ നമ്മുടെ അളവിലേക്ക് തയ്ച്ച് കഴിഞ്ഞ് പഠിച്ചതിന് ശേഷം റെഡിമെയ്ഡ് അളവുകൾ ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ചെയ്ത് കൊടുക്കണവർക്ക്, അതായത് ഷോപ്പിലേക്കൊക്കെ നമ്മൾ തയ്ച്ച് കൊടുക്കാനുള്ള ഒരു അളവുകളാണത്. നമുക്ക് വെച്ചിട്ടുള്ള അളവുകൾ നമ്മൾ തന്നെ പഠിച്ചെടുക്കണം. ഓക്കെ. 10 വയസ്സായ കുട്ടികൾക്ക് എത്ര മീറ്റർ വേണ്ടി വരും? എത്ര? 10 വയസ്സായ കുട്ടികൾക്ക് നമ്മൾ അടിക്കണമെങ്കിൽ 2 മീറ്റർ ഒക്കെ വേണ്ടി വരുള്ളൂ. 2 മീറ്റർ, രണ്ടും കൂടെ, ഉള്ളിലുള്ളതും പുറത്തുള്ളതും കൂടെ അല്ല, രണ്ടിനും വേറെ മേടിക്കേണ്ടി വരും. കുട്ടിയുടെ ഹൈറ്റ് നോക്കിയിട്ടാണ് മേടിക്കേണ്ടത്. ഇനി കുറച്ച് നേരത്തിന് എല്ലാവരും ഒന്ന് മൈക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലാസ്റ്റ് സമയത്ത് സംസാരിക്കാം. ഈ അളവുകളൊന്നും നോക്കാം. ഇനി ആരും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിലും ആ ഡൗട്ട് എന്താണെന്നുള്ള ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. ക്ലാസ്സിൻ്റെ ലാസ്റ്റ് സമയത്ത് ചർച്ച ചെയ്യാം. ഓക്കെ, ആദ്യം നമ്മുടെ അബായുടെ ക്ലോത്ത് 4 ആക്കി ഇങ്ങനെ മടക്കി വെച്ചു. ക്ലോത്തിനെ 4 ആക്കി മടക്കി വെച്ചതിന് ശേഷം എത്ര ഇഞ്ച്, ഈ ഒരു മാർക്ക് എന്താണെന്നറിയോ, ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുന്ന മാർക്ക് എന്താണെന്നറിയോ, അബായുടെ ക്ലോത്തിനെ സംബന്ധിച്ച് പെട്ടെന്ന് സ്ലിപ്പായി പോകുന്ന ക്ലോത്താണ്. അതുകൊണ്ട് തന്നെ 4ഉം കൂടി ഒരു ലൈൻ വരച്ച് കൊടുക്കണം. കട്ട് ചെയ്ത് കളയാനുള്ള ലൈൻ കേട്ടോ. ഏറ്റവും മേലെ നിന്ന് നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോൾ കണ്ടില്ല, ഈ നിരപ്പ് ശരിയാവില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കയറി നിൽക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി അതിൻ്റെ തൊട്ട് താഴെ കറക്റ്റ് ഒരു ലൈൻ വരക്കുക എന്നുള്ളതാണ്. വേറെ ഒന്നും ഈ ഒരു ലൈനെ കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. അത് എത്ര ഇഞ്ച്, എങ്ങനെ വണ്ണം, നീളം അതൊന്നുമില്ല. തൊട്ട് താഴെ പറ്റുന്ന രീതിയിൽ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ആ ലൈനിൻ്റെ താഴേക്കായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള നീളം എത്ര ഇഞ്ചാണോ പ്ലസ് 1 ഇഞ്ച് കൂടുതൽ എടുക്കുക. ഓക്കെ, ഇതിലിപ്പോൾ 50 സൈസ് വരെ, ഈ ഒരു ചാർട്ടിൽ 50 സൈസ് വരെ വരുന്നുള്ളൂ. ഇത് കണ്ടില്ലേ, 50 സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സെൻറ്റിമീറ്ററിലാണ് പിടിക്കുന്നത്. നമ്മൾ ക്ലോത്തിലേക്ക് എടുക്കുമ്പോൾ ഓരോ ഇഞ്ചേഴ്സിലാണ് എടുക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ സെൻറ്റിമീറ്റേഴ്സിലാണ് പിടിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള ലെങ്ത് എത്രയാണെന്നുള്ളത് നോക്കിയിട്ട് അതിനേക്കാൾ 1 ഇഞ്ച് കൂടുതൽ എടുക്കാം. ലാസ്റ്റ് പറയാം, ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പം ഒന്ന് മൈക്ക് ഓഫ് ചെയ്ത് വെക്കണേ. അതിനുശേഷം 1 ഇഞ്ച് കൂടുതൽ എടുക്കാം. എത്ര ഇഞ്ചാണോ നമുക്ക് വേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് അതിനേക്കാൾ 1 ഇഞ്ച് കൂടുതൽ എടുക്കാം. അവിടെ മാർക്ക് കൊടുക്കാം. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വേസ്റ്റിൻ്റെ ലെങ്ത്ത് എവിടെയാണ് വരുന്നത് അതിനേക്കാൾ 1/2 ഇഞ്ച് ഇറക്കിയിട്ട് മാർക്ക് ചെയ്യാം. വേസ്റ്റിൻ്റെ ലെങ്ത്ത്, അതായത് നമ്മുടെ ഷേപ്പിൻ്റെ ഭാഗത്ത് ഇറക്കം എവിടെയാണ് വരുന്നത് എന്നുള്ളത് നോക്കിയിട്ട് അതിനേക്കാൾ 1/2 ഇഞ്ച് ഇറക്കിയിട്ട് മാർക്ക് കൊടുക്കാം. അതിനുശേഷം പിന്നെ നമ്മുടെ സീറ്റിൻ്റെ ലെങ്ത്ത്, അതായത് ഹിപ്പിൻ്റെ തൊട്ട് താഴെയുള്ള ലെങ്ത്ത്, അത് എവിടെയാണ് വരുന്നത് എന്നുള്ളത് നോക്കിയിട്ട് അവിടെ നിന്ന് 1/2 ഇഞ്ച് താഴേക്ക് മാർക്ക് കൊടുക്കാം. 1/2 ഇഞ്ച് താഴേക്ക് മാർക്ക് കൊടുക്കാം. അതിനുശേഷം പിന്നെ വേണ്ടത് നമ്മുടെ ഷോൾഡറാണ്. എത്ര ഇഞ്ചാണ് നമുക്ക് ഷോൾഡർ കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നോക്കിയിട്ട് ആ ഷോൾഡറിൻ്റെ പകുതി, ടോട്ടൽ ഷോൾഡർ ഇപ്പോൾ 15 ഇഞ്ചാണ് ടോട്ടൽ ഷോൾഡർ കിട്ടിയത് എന്നുണ്ടെങ്കിൽ ആ ടോട്ടൽ ഷോൾഡറിൻ്റെ പകുതി എടുക്കുക. പകുതി എടുത്താൽ കിട്ടുന്ന സംഖ്യ എത്രയാണ്? ഇപ്പോൾ 15 ആണെങ്കിൽ 7 കിട്ടാം. ആ 7 കിട്ടിയതിൽ നിന്നും 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് കൂടുതൽ എടുക്കാം.
1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് കൂടുതൽ എടുക്കുക. അത് തയ്യൽ തുമ്പാണ്. ആ തയ്യൽ തുമ്പും കൂടി കൂടുതൽ എടുത്തിട്ട് അവിടെ മാർക്ക് ചെയ്ത് ഇത് ടോട്ടൽ ഷോൾഡർ ആട്ടോ. ഇതിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ നെക്കിൻ്റെ അകലം കട്ട് ചെയ്യുന്നത് ഇതിനകത്താണ്. ആദ്യം ഇവിടുന്ന് ടോട്ടൽ ഷോൾഡർ മാർക്ക് ചെയ്യുക. നമ്മുടെ സെൻറ്റർ ഭാഗമാണിത്, ഈ വരുന്ന സെൻറ്റർ ഭാഗമാണിത്. ഇവിടം വരെയുള്ള ലെങ്ത്ത് എത്ര വേണമെന്നുള്ളത് നോക്കിയിട്ട് മാർക്ക് ചെയ്യുക. അതിനാണ് ഫുൾ ഷോൾഡറിൽ നിന്നും പകുതി എടുത്തിട്ട്, ഫുൾ ഷോൾഡർ എത്രയാണോ കിട്ടിയത് അതിൻ്റെ നേരെ പകുതി മാർക്ക് ചെയ്യുക. പ്ലസ് തയ്യൽ തുമ്പ് നമുക്ക് ആവശ്യമായിട്ടുള്ള തയ്യൽ തുമ്പ് ഒരു 1/4 ഇഞ്ചോളം ഇട്ടാൽ മതി, കൂടുതൽ എടുക്കണ്ട. ഇനി ക്ലോത്ത് പിന്നുന്ന ക്ലോത്താണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റിച്ചിന് കുറച്ച് വീതിയിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 1/2 ഇഞ്ചോളം എടുക്കാം. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ആം ഹോളിൻ്റെ ലെങ്ത്താണ് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ ആം ഹോളിൻ്റെ ലെങ്ത്താണ് മാർക്ക് ചെയ്യുന്നത്. ആം ഹോളിൻ്റെ ലെങ്ത്ത് നേരെ, അതായത് ഷോൾഡർ എവിടെയാണോ കിട്ടിയത് അതിൻ്റെ നേരെ താഴെ വേണം ആം ഹോൾ മാർക്ക് ചെയ്യാൻ. ആം ഹോൾ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് അബായക്ക് ലൂസ് അളവ് കൂടുതൽ എടുത്തിട്ട് വേണം ആം ഹോൾ മാർക്ക് ചെയ്യാൻ. കാരണം എന്താ, നമ്മുടെ ഉള്ളിൽ നോർമൽ ഡ്രസ്സ് ധരിച്ചിട്ട് അതിൻ്റെ മേലെ ധരിക്കുന്ന ഒരു വസ്ത്രമാണ് അബായ. അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ദേഹത്തെ ലൂസ് അളവിൽ നിന്നും എക്സ്ട്രാ ലൂസ് അളവ് വേറെയും വേണം. അതുകൊണ്ട് നമുക്ക് 1 ഇഞ്ച് താഴേക്ക്, അതായത് ടോട്ടൽ ആം ഹോളിൻ്റെ റൗണ്ടിൽ കൂടി 2 ഇഞ്ച് ലൂസ് അളവ് കൂട്ടിയിട്ട് അതിൻ്റെ പകുതിയായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ആ ഫോർമുല വളഞ്ഞ് പറയാൻ ബുദ്ധിമുട്ടുള്ളവർ എന്താ ചെയ്യേണ്ടത്, എത്രയാണോ നിങ്ങൾക്ക് ആം ഹോൾ കിട്ടിയത് അതിൽ നിന്നും 1 ഇഞ്ച് താഴേക്ക് ഇറക്കി മാർക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ പകുതി എടുത്തിട്ട്, ആം ഹോളിൻ്റെ പകുതി എടുത്തിട്ട് 1 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുക. അതിൻ്റെ ശരിക്കുള്ള ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോട്ടൽ ആം ഹോളിൻ്റെ റൗണ്ട് 15 ആണ് എങ്കിൽ ആ 15ൻ്റെ കൂടെ 2 ഇഞ്ച് കൂടുതൽ എടുക്കാം. 16, 17, 17ൻ്റെ പകുതി കാണാം. മനസ്സിലായോ? അങ്ങനെ. അപ്പോൾ എത്രയാണ് എടുത്തതെന്നുള്ളത് നോക്കിയിട്ട് അതിൻ്റെ പകുതി കണ്ടിട്ട് നേരെ താഴേക്ക് ഒരു മാർക്ക് കൊടുക്കുക. ഇങ്ങനെ ഒരു മാർക്ക് കൊടുക്കുക. ആ മാർക്കിലേക്ക് നമ്മുടെ ലൈൻ വരച്ചു കൊടുക്കുക. ഇവിടുന്ന് ഷോൾഡറിൽ നിന്നും ആം ഹോളിൻ്റെ പോയിന്റിലേക്ക് നേരെ ലൈൻ വരച്ചു കൊടുക്കുക. നമ്മൾ ലൈൻ വരച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് ജസ്റ്റ് അളന്ന് നോക്കണം. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അളന്ന അളവും, അതായത് ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു 10 ഇഞ്ച് ഉണ്ടെങ്കിൽ അതേ 10 ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും വീതി ഉണ്ടോ, അതോ ഞാൻ ഈ പോയിന്റ് ഇട്ടപ്പോൾ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെരിഞ്ഞ് വന്നിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ക്ലിയർ ആക്കാം. ഇതുണ്ടല്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ മാർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു 7 എടുത്തെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും അതേ 7 വീതിയിൽ കിട്ടണം. ഓക്കെ. അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കിയിട്ട് ലൈൻ വരച്ച് കൊടുക്കാം. ലൈൻ വരച്ച് കൊടുത്തതിന് ശേഷം അതിന് നേരെ ഒരു ബോക്സ് ആക്കി കൊടുക്കാം. പുറം വശത്തെ കട്ടോ ഈ മാർക്ക് കൊടുക്കേണ്ടത്. ഇത് നമ്മുടെ സെൻറ്റർ ഭാഗമാണ്. ഇത് ഇത് സെൻറ്റർ ഭാഗമാണ്. സെൻറ്റർ ഭാഗത്ത് നിന്ന് നമ്മൾ അളവെടുത്തു, ആം ഹോൾ മാർക്ക് ചെയ്തു, അതിനെ ബോക്സ് ആക്കി